കുറച്ച് ആളുകൾക്ക് മുമ്പാണ് എൻ്റെ ഒരു മകൻ വന്നിട്ട് പറയുന്നത്, എനിക്ക് അവനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഹായ്, ഐ ആം റസ്തം. ഐ ഷെയർ മൈ പാരന്റിംഗ് ജേർണി ഹിയർ. എന്നെ സംബന്ധിച്ച് ഭയങ്കരമായ വിഷമവും അത്ഭുതവും എനിക്കൊരു തിരിച്ചറിവും ഒക്കെയാണ്. കാരണം എൻ്റെ താത ഞാൻ അവനെ ശ്രദ്ധിക്കുന്നു. അപ്പൊ എവിടെയാണ് ശ്രദ്ധിക്കാതിരുന്നത്? കാരണം അവനോടൊപ്പം ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളത് ഞാൻ അപ്പോഴാണ് അവെയർ ആവുന്നത്. ഞാൻ അവനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ സംബന്ധിച്ച്. അപ്പൊ ഞാൻ അവനോടൊപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നിമിഷങ്ങളെ, നമ്മുടെ സമയത്തെക്കുറിച്ച് അവെയർ അല്ല. നമ്മൾ എന്താണ് പോകുന്നത്? നമ്മൾ പലപ്പോഴും ഒരു ഓട്ടോ പൈലറ്റ് മോഡ് ഇങ്ങനെ അങ്ങോട്ട് വിടുന്നു. നമുക്ക് ചുറ്റുമുള്ള സംഗതികൾ നമ്മളെ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നു. ഉദാഹരണമായി എൻ്റെ മറ്റ് മക്കളിൽ ഒരാൾ അയാൾക്ക് വേണ്ടുന്നൊരു കാര്യങ്ങൾ എന്നെ പിടിച്ചിരുത്തിയിട്ട് അത് പറയാനും അത് 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 ഞാൻ കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും ഞാൻ ചിലപ്പം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുകയും അവൻ പറഞ്ഞത് തന്നെയാണോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെരിഫൈ ഒക്കെ ചെയ്യും. അപ്പൊ അത് അയാൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് ആ ഒരു മോഡിലെത്തുമ്പോൾ ഞാൻ അവിടെ അറ്റൻഷൻ കൊടുക്കും. പക്ഷെ ഇയാളെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ ആദ്യം പരാതി പറഞ്ഞ മകനെ സംബന്ധിച്ച് അവനങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ കുറേ രൂപത്തിൽ വാണ്ടർ ചെയ്യും. എൻ്റെ ചിന്തകൾ വാണ്ടർ ചെയ്യുന്നു. അവനോടൊപ്പം ആ നിമിഷത്തിൽ ഞാൻ ഇല്ലാതിരിക്കുന്നു. ഈ ഒരു അവെയർനെസ് നമുക്ക് പലർക്കും ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. കാരണം എനിക്ക് അവെയർ അല്ലായിരുന്നു. അവൻ എനിക്ക് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു തരുന്നത് വരെ, എൻ്റെ അടുത്ത് അത് ചോദ്യം ചെയ്യുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്നു. അപ്പം തൊട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നുള്ള. ഈ അവെയർനെസ് ആണ് ഇപ്പം എനിക്ക് വന്ന ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് അവെയർനെസ് ആണ്. ഞാൻ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ സംബന്ധിച്ചുള്ള അവെയർനെസ്. അപ്പോൾ എൻ്റെ മനസ്സ് എവിടേക്കാണ് പോകുന്നത്, എൻ്റെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള അവെയർനെസ്. ഈ അവെയർനെസ് പലപ്പോഴും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ വാണ്ടർ അറൗണ്ട് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ശരീരം കൊണ്ടൊരിടത്തായിരിക്കും, ചിന്തയിൽ മറ്റെവിടെയോ ആയിരിക്കും. സ്നേഹത്തെ സംബന്ധിച്ച് തന്നെ ആരോ നിർവചിച്ചതാണ്. ഒരാൾക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ അയാൾക്ക് കൊടുക്കുന്നതാണ് സ്നേഹം എന്നുള്ളത്. അപ്പം എൻ്റെ മകനെ ഞാൻ ആ അർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ലെന്ന് പോലും പറയേണ്ടി വരും. അതാണ് ആദ്യം നമ്മൾ അവെയർ ആകുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് അവെയർ ആകുക എന്നത്. അങ്ങനെ അവെയർ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ സമയത്തെ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയെ മാറ്റിമറിക്കുന്നത് എന്ന്. അപ്പൊ അവിടെ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചത് എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും അതൊരു പ്രശ്നമുള്ള കാര്യമാണ്. പലപ്പോഴും എൻ്റെ മക്കളോടൊപ്പം ഇരിക്കുമ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ മൊബൈൽ അങ്ങനെ എടുത്ത് ഉപയോഗിക്കാവുന്നതിനപ്പുറം അവിടെ എവിടെയെങ്കിലും അടുത്ത് തന്നെ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പോക്കറ്റിലോ ഒക്കെ ആയിരിക്കും ഫോൺ. അപ്പൊ അത് നമ്മളുടെ ഒരു ചുറ്റുവട്ടത്തായിരിക്കും ഫോൺ ഉണ്ടാകുക എന്നുള്ളത്. ഉപയോഗിച്ചാൽ അതിലും ഭയങ്കരമായി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി അവരെന്ത് പറഞ്ഞാലും നമ്മളെ ഫോണിലേക്കും. പക്ഷെ നമ്മൾ ആ സമയം നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സമയമാണെങ്കിൽ ദയവായി ഫോൺ ഉപയോഗിക്കാതിരിക്കുക. എന്നെ സംബന്ധിച്ച് പിന്നീട് സംഭവിച്ചത് ഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അത് എൻ്റെ പരിസരത്തുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു പഠനം ശ്രദ്ധിക്കുന്നത്. പഠനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അവർ ഉപയോഗിക്കാതെ തന്നെ അവരുടെ പ്രസൻസിൽ ഫോൺ വെച്ചാൽ അവരുടെ പഠനത്തിലുണ്ടാവുന്ന താഴോട്ട് പോക്കിനെ സംബന്ധിച്ച് ഒരു പഠനമായിരുന്നു. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ഒരു ചിത്രം ഉണ്ടെന്നിരിക്കും. ആ ചിത്രത്തിന് കുറെ സ്മരണകൾ ഉണ്ടാവും. ആ പടം എടുത്ത സ്ഥലം, നിങ്ങളൊരു ടൂർ പോയപ്പോൾ എടുത്ത പടമായിരിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് സ്മരണ, അതിലെ ആളുകൾ, അതിൽ ആരുടെയൊക്കെ ചിത്രമാണോ അവർ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കൊരു സ്പൂണോ ഒരു കപ്പോ ഒക്കെ എടുത്താൽ അതിൽ ഒന്നോ രണ്ടോ ഓർമ്മകളോ ചിന്തകളോ ഒക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്നൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഒരു മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മൾ ഫോൺ എന്നതിനെ പറയുമെങ്കിൽ പോലും നമ്മൾ വിളികൾക്കപ്പുറം എത്രയോ കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് തൊട്ട്, നമ്മുടെ എന്റർടൈൻമെന്റ് തൊട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുന്നത് തൊട്ട്, ചിത്രങ്ങൾ അയക്കുന്നത്, വർക്ക് ചെയ്യുന്നത് വരെ ഇന്നൊരു മൊബൈലുമായി അറ്റാച്ച്ഡ്. അതായത് ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അപ്പോൾ ഒരു മൊബൈലുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകൾ ഒരുപാടാണ്. ഒരു ചിത്രം കണ്ടാൽ നമ്മൾ പോയൊരു സ്ഥലം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടാൽ അവിടെ പോയൊരു സ്ഥലം, അല്ലെങ്കിൽ അതിലുള്ള ആളെ പറ്റിയാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തെ പറ്റിയാണ് നമ്മൾ ഓർമ്മ വരുന്നതെങ്കിൽ, ഒരു മൊബൈൽ ഫോൺ ചിത്രത്തെ പറ്റിയും നമ്മൾ ചെയ്ത കാര്യത്തെ സംബന്ധിച്ചും ജോലിയെ പറ്റിയും അത് വേണ്ട നമ്മൾ കണ്ടൊരു വീഡിയോനെ സംബന്ധിച്ചും എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള നമ്മുടെ ചിന്തകളെ അത് ഓർമ്മപ്പെടുത്തി തരും. അപ്പൊ ഇതാണ് ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ.
അപ്പം ഇത് കുട്ടി അടുത്തിരിക്കും നമ്മുടെ കുട്ടിയെടുത്തോ, നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടവരടുത്തോ, നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തോ ഒക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ഫോൺ നമ്മുടെ ക്വാളിറ്റീനെ നേരെ താഴേക്ക് കൊണ്ടുപോകും. കാരണം നമ്മുടെ ചിന്ത അതുമായി ബന്ധപ്പെട്ട വാണ്ടറിങ്ങിലേക്ക്. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം എന്റെ ഫോൺ എടുത്തിട്ട് എന്റെ ബാഗിന്റെ അകത്തേക്ക് സിബ് ഇട്ട് വെച്ചു. അപ്പൊ എന്റെ കൺവെട്ടത്ത് അതില്ല. എന്റെ ശ്രദ്ധ കൂടുതലായി ഞാൻ കണ്ടു. പിന്നീട് ഫോൺ എന്നൊരു എക്സ്റ്റേണൽ എക്യുപ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്റേണലായി നമ്മളുടെ ചിന്ത വാണ്ടർ ചെയ്യാം. പല കാര്യത്തിലേക്ക് ഇങ്ങനെ പോകാം. മകനൊരു കാര്യം പറയായിരിക്കും. പക്ഷെ നമ്മൾ എവിടേക്കോ ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സുണ്ടായിരിക്കുക. അപ്പൊ അതിന് എനിക്കൊരു ഗുണം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പോകാൻ തുടങ്ങിയ വിഷയങ്ങൾ എഴുതിയിടാൻ തുടങ്ങി. അതായത് അവയർനെസ് കുറച്ച് കൂട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴേക്കും അങ്ങനെ വാണ്ടർ ചെയ്തത് കുറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന്റെ ക്വാളിറ്റി കൂടാൻ തുടങ്ങി. ഇല്ലെങ്കിൽ സംഭവിക്കുക എന്തായിരിക്കും എന്ന് വെച്ചാൽ അവൻ ആ വഴക്കുണ്ടാക്കിയ ഒരു ദിവസം, ആ ഒരാഴ്ച ചിലപ്പോൾ ഞാൻ അവന് അറ്റൻഷൻ കൊടുക്കും. വീണ്ടും ഞാൻ പഴയ എൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു മാറിയ നമ്മളാണ്. ആ മാറിയ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് നമ്മുടെ വളരെ പ്രിയപ്പെട്ടവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുക എന്നുള്ളത്. അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടതുമായ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറുപടി പറയാം. എപ്പോഴും നമ്മൾ ഓർക്കുക, അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്, അവരുടെ സംസാരത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ അതിന് ഭയങ്കര ഒരു ഭംഗിയുണ്ടായി.